Welcome to my vlog. ഇന്ന് ഇത് വാക്സിനേഷൻ എടുക്കാൻ പോയിട്ട് വാക്സിനേഷൻ എടുത്തു എന്നെ കുത്തിയെന്നും പറഞ്ഞിട്ട് അവൻ മറ്റേ എന്താ നീ കഴിച്ചേ? സബ്വേ. അപ്പനെ കൊണ്ട് സബ്വേ വാങ്ങിപ്പിച്ച് സബ്വേ ഫുള്ളും കഴിച്ചേക്കാം. ഇതെന്താ? ഓ കുത്തിയതല്ലേ, വാക്സിനേഷൻ കുത്തിയില്ലേ? എത്ര എണ്ണം കുത്തി? ആണോ? ഷൂ പാവം. ഇതൊക്കെ എന്ത് അല്ലേ? അയ്യോടാ, ഇതൊന്നും ഒരു കുഴപ്പമില്ലെന്നാ പറയണേ. അപ്പോൾ എന്തായാലും നമ്മുടെ വാക്സിനേഷൻ എടുക്കാൻ പോയതിൻ്റെ കുറച്ച് ഫുട്ടേജ് എടുത്തിട്ടുണ്ട്. ഇതിനെ കൂടെ പോയതിനും സബ്വേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാക്സിനേഷൻ്റെ കുറച്ച് ഫുട്ടേജ് ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് വാക്സിനേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തിരിച്ചു വരാം. അതാ വാക്സിൻ എടുക്കാൻ വന്നതാ. എത്ര വാക്സിൻ ഉണ്ട്? 1. പേടിയുണ്ടോ നന്ദന? നദാ കുത്തിയ നിന്നെ? വേദന എടുത്താ നിനക്ക്? എവിടെ കുത്തിയ നിന്റെ? അവിടെ കുത്തിയ? എത്ര ഇഞ്ചക്ഷൻ വെച്ചു? ഒരെണ്ണുള്ളൂ? ആണോ? അപ്പൊ ഇഞ്ചക്ഷൻ ഇങ്ങനെ വാക്സിനേഷൻ വെക്കുമ്പോ വേദന എടുക്കാതിരിക്കാൻ എന്താ ചെയ്യണ്ടേ? ഐസ് ക്ലോസ് ചെയ്താൽ മതി. അപ്പൊ കുഴപ്പമില്ല. വെരി ഗുഡ്. ആണോ? അതാണ് സംഭവിച്ചത്. വാക്സിനേഷൻ എടുക്കാൻ പോയി, എടുത്തു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ കുട്ടികളുടെ വാക്സിനേഷൻ്റെ നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് ആണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അത് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ PR-ലുള്ളപ്പോൾ വാക്സിനേഷൻ എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ മെഡിക്കൽ കാർഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ കാർഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ജനറൽ ഫിസീഷ്യൻ GP ഏതെങ്കിലും ഒരു GPയുടെ അടുത്തും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. GPയുടെ അടുത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ ജനിച്ച് വളർന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രി അല്ലെങ്കിൽ യൂറോപ്പ്, ന്യൂസിലാൻഡ് അവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ അതുവരെ എടുത്ത വാക്സിനേഷൻ്റെ റെക്കോർഡ് ആ കൺട്രിയുടെ അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് ആയിരിക്കും. ഈ ഡോക്യുമെൻ്റ് ഓസ്ട്രേലിയയുടെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റണം. അതാണ് നമ്മുടെ വാക്സിനേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാക്സിനേഷൻ ഓരോ സ്റ്റാൻഡേർഡ് ഓരോ കൺട്രിയും അവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇത്ര വയസ്സിൽ ഇന്ന വാക്സിൻസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളായും തന്നെ നമ്മുടെ കയ്യിലുള്ള വാക്സിനേഷൻ, ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ന്യൂസിലാൻഡിലെ വാക്സിനേഷൻ ആയിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യ അല്ലെങ്കിൽ യൂറോപ്പ് ഏതാണെന്ന് വെച്ചാൽ ആ വാക്സിനേഷൻ റെക്കോർഡുമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത GPയുടെ അടുത്തേക്ക് ചെല്ലുക. മെഡിക്കാർഡ് കിട്ടിയിട്ട് പോകണമെന്നില്ല. മെഡിക്കാർഡ് പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ GPയുടെ അടുത്തേക്ക് ചെല്ലി കഴിയുമ്പോൾ ആദ്യം GP ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് വച്ചിട്ട് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യും. അതായത് ന്യൂസിലാൻഡിൽ ഇന്ന സമയത്ത് ഇന്ന വാക്സിൻ എടുത്തു, ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത് ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെ GP ഇരുന്ന് സ്വന്തം സിസ്റ്റത്തിൽ തന്നെ ആൾ തന്നെ അപ്ഡേറ്റ് ചെയ്യും. നമ്മളിത് ഓൺലൈനിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾ തന്നെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആൾ കമ്പയർ ചെയ്ത് പറയും, ഓക്കെ നിങ്ങളുടെ കുട്ടി ഒരു വാക്സിൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്സിൻ ബാക്കാണ് നിൽക്കുന്നത്, അപ്പോൾ ആ ഒരു വാക്സിൻ എടുക്കണം എന്നൊരു ഡീറ്റെയിൽ തരും. സം കേസസിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. ആ കേസസിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. നമുക്ക് അയാൾ അപ്ഡേറ്റ് ചെയ്ത വാക്സിനേഷൻ്റെ റെക്കോർഡ് പ്രിൻ്റ് എടുത്ത് ഓസ്ട്രേലിയയുടെ മറ്റേ സിംബലൊക്കെ വെച്ചിട്ടുള്ള പ്രിൻ്റ് എടുത്ത് നമുക്ക് തരും. നമ്മുടെ കേസിൽ നമ്മളൊരു വാക്സിനേഷൻ ബാക്കായിരുന്നു കമ്പയർ ടു ന്യൂസിലാൻഡ്. അപ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ആ വാക്സിനേഷൻ അടുത്ത അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കുന്നു. അതോടുകൂടി വാക്സിനേഷൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്ത് വാക്സിനേഷൻ എടുത്ത് ആ എടുത്ത വാക്സിനേഷൻ കൂടി നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് റെക്കോർഡ് പുതിയതാക്കി നമ്മൾ മാറ്റുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത പ്രോസസ്സ്. ഇതെല്ലാവരും ചെയ്യേണ്ട പ്രോസസ്സ് തന്നെയാണ്. ഇത് നമുക്ക് ആവശ്യം വരുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ വാക്സിനേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് കെയർ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കിട്ടുന്ന അലവൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും YMCA അല്ലെങ്കിൽ ബിഫോർ സ്കൂൾ, ആഫ്റ്റർ സ്കൂൾ, കിൻഡർ ഗാർഡൻ ഇതുപോലുള്ള എല്ലാ പ്രോഗ്രാമിലും നമ്മൾ കൊച്ചിനെ വിടുമ്പോഴും അവർക്കെല്ലാം കൊച്ചിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ വാക്സിനേഷൻ റിപ്പോർട്ട് നിർബന്ധമാണ്. അപ്പോൾ എവിടെ പോയാലും കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്ത് സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിലും വാക്സിനേഷൻ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്.
അത് ഒത്തിരി ചെറുതായി പോയോ നീണ്ടു പോയോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ വരിക, നമുക്കറിയാവുന്ന ഡീറ്റെയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. PR നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. വർക്ക് വിസയെക്കുറിച്ച് എനിക്ക് അത്ര നോളജ് പോരാ. എന്തായാലും അറിയുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഇനി മുന്നോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സബ് എങ്ങനെയുണ്ടായി? നല്ലതായിരുന്നോ? ഓൾവേസ് ഗുഡ്. നല്ലതായിരുന്നു അല്ലേ? വെറുതെ കൂട്ടുപോയി എന്നും പറഞ്ഞിട്ട് എൻ്റെ കാശിന് സബ്വേ കഴിച്ചേക്കാം. ഞാൻ ഡ്യൂട്ടി ആയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, പിക്ക് ചെയ്യാനേ പറ്റിയുള്ളൂ. നിന്റെ സബ് എങ്ങനെ ഉണ്ടായടാ? ഗുഡാണ്. കൈന് വേദനയുണ്ടോ? കൈന് വേദനയുണ്ടോ? കൈന് വേദനയില്ല, വേദനയുണ്ട്. ഓക്കെ. ഇനി രാത്രി വല്ല പനിയും വരുമോ? പനി വരുമോ കുഞ്ഞ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ? പനി വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുമ്പോൾ പനി വരാറുണ്ട്. ഓ, ഇത് മറ്റേ എൻ്റെ അപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു, ആനപ്പുറത്തിരുന്ന് തഴമ്പുണ്ടായിരുന്നു എന്ന് പറയണ പോലെ ഇവന്റെ അവസ്ഥ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. വാക്സിൻ എടുത്തു. അതിപ്പോ 3ാമത്തെ പ്രാവശ്യം പറയണേ. ആ സൈഡിൽ കൂടുതൽ പെയിൻ ഉണ്ട്. ഓ, അങ്ങനെ കിടക്കണോണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു മോളിൽ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുള്ള. വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് കാര്യമായിട്ട് മോളിൽ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ബൈ പറയാം. ബൈ പറ. Like and subscribe. ബൈ. Bye bye. Have a good day. Have a good day. Bye bye.